ഞാൻ വർഗീസ് കരിപ്പേരിയച്ചൻ, തൃശ്ശൂർ അതിരൂപതാംഗമാണ്. എന്നെ കർത്താവ് സ്വന്തമാക്കി 1978 ജൂൺ 10 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. അപ്പോൾ 47 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഞാൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 26-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ വിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും കിട്ടാത്ത ഒരു ജീവിത സാഹചര്യമാണ് എനിക്ക് കിട്ടിയത്. ഒരാൾക്ക് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. മുക്കുടിയനും ചുമട്ട് തൊഴിലാളിയുമായ കരിപ്പേരി പൈലോതിൻ്റെയും 1-ാം ക്ലാസ്സിൽ പോലും പോകാത്ത അടുമ്പുകുളം കുഞ്ഞലയുടെയും +1 10-ാമത്തെയായി നിൽക്കണേ. 1959 മോഡൽ. 59 90 കഴിഞ്ഞ് 2000 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 1.5 ഫുൾ സ്റ്റോപ്പ് ഇട്ടണേ. എൻ്റെ അമ്മ 13, അതിൽ 10 നിൽക്കണേ. ജനിച്ചത് തൃശ്ശൂർ ടൗണിനടുത്ത് നെല്ലിക്കുന്ന് കൂരിടമുക്കില് പഠിച്ചു വളർന്നു. കെമിസ്ട്രി പരീക്ഷയ്ക്ക് അന്ന് +2 അല്ല, പ്രീ ഡിഗ്രി കിട്ടി. മാർക്ക് 1. 1 മാർക്ക് കിട്ടിയോനെ ഈ നിൽക്കണേ. ആ 1 മാർക്ക് കിട്ടിയത് കെമിസ്ട്രി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് തിരിച്ചെഴുതി വെച്ചു കൊടുത്തതിനെ കാരണം. അതിന്1 മാർക്ക്. 1 മാർക്ക്. ഇന്ന് ഞാൻ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും യാത്ര ചെയ്തു. ലോകത്ത് പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുത്തു. ഒത്തിരി പ്രസ്ഥാനങ്ങള് കർത്താവ് എന്നെ ഒരു കരുവാക്കി. ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ് ഈസ് പോസിബിൾ. 1 മാർക്ക് കിട്ടി. 8-ൽ പൊട്ടിയ എന്നെ കർത്താവ് ഇത്രയും ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പൗലോസ്ലീഹ പറയുന്നത് എത്രയോ ശരിയാണ്. വചനം മാംസം ധരിക്കുന്ന പ്രക്രിയ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനം വായിക്കുമ്പോഴറിയാം നമ്മിൽ ആരാ ഗംഭീരന്മാരുള്ളത്. എൻ്റെ പ്രദേശത്ത് ഗംഭീരന്മാരുണ്ടായിരുന്നു, പക്ഷെ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ തിരുവചനം, The Lord needs it. The Lord needs it. കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ അടയാള വാക്യമാണത്. നമ്മൾ ഓരോരുത്തരെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. നമുക്ക് ഉഷാറ് കിട്ടിയാലും ഉഷാറ് കിട്ടിയില്ലെങ്കിലും കർത്താവ് നമ്മിൽ പ്രവർത്തിക്കും. ഇവിടെ കണ്ടു ചില ചേട്ടന്മാരെ. 100-ാമത്തെ അബൈഡ് പ്രോഗ്രാമാണിത്, ഗ്രാൻഡ് അബൈഡ്. ആ ഗ്രാൻഡ് അബൈഡ് 4-ലെ 100-ാമത്തെ അബൈഡ് പ്രോഗ്രാം വരെ 100-ലും പ്രവർത്തിച്ചിട്ടുള്ളവരെ ഞാൻ കണ്ടു. അവരുടെ സ്ഥിരത, അവർ ഓടിയെത്തും അബൈഡ് പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ. അങ്ങനെ ഒരു പവർ അഭിഷേകം കിട്ടിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുവരെ നമുക്ക് നമ്മുടെ മാനുഷികമായ ശക്തി, അതാണ് നമ്മെ വേട്ടയാടുക. ഇവിടെ ആയിരിക്കുമ്പോഴും തമ്പുരാൻ തരുന്ന കൃപ ചിലപ്പോൾ അത് ക്ലിക്കാവുള്ളൂ. 5 ദിവസത്തെ ടോക്കിലെ ഒരു ചെറിയ ക്ലിക്ക്, യു ആർ യുണീക്ക്. ഒരു ചെറിയ ക്ലിക്ക്.
യു ആർ ലൈറ്റ് ഓഫ് ദ വേൾഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലെ ലോകത്തിന്റെ പ്രകാശമാണ് നമ്മൾ, പ്രകാശമാണ്. ആ ഒരു ചിന്തയോടുകൂടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലെ പൗലോസ്ലിയ പറയുകയാണ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്നെ തിരഞ്ഞെടുത്തു, അവിടെ നിന്നെ പ്രത്യേകമായി അഭിഷേചിച്ചു എന്നാണ് പൗലോസ്ലിയ പറയുന്നത്. എത്രയോ വാസ്തവമാണത്. നമുക്ക് ജീവിതത്തിലെ നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ഈശോയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ നമ്മെ ഉപയോഗപ്പെടുത്തും. അൽബേനിയയിൽ ജനിച്ചു വളർന്ന മദർ തെരേസ കൽക്കട്ടയിലാണ് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജനിച്ച നാട്ടിലല്ല, ഈശോയെ പകർന്നു കൊടുത്ത നാട്ടിൽ, പാവപ്പെട്ടവരുടെ ഇടയിൽ മരിച്ച ഒരു മഹത് വ്യക്തിത്വം. ഇതാണ് മദർ തെരേസ. നമ്മെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈശോ തൻ്റെ ദൗത്യം തുടക്കം മുതൽ ക്ലിയർ ആയിരുന്നു. 12 വയസ്സിലെ ജെറുസലേം ദേവാലയത്തിലെ ഗംഭീരന്മാരോട് സംസാരിച്ച ആ ഈശോ തൻ്റെ ദൗത്യമായി പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിലാണ്. ദൗത്യം ക്ലിയറാണ്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ സംവത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അന്ധർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം. വളരെ ക്ലിയർ കട്ടായിട്ട് 3 പ്രാവശ്യം ഈശോ തൻ്റെ പീഡാനുഭവത്തെ കുറിച്ച് വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട്. ലക്ഷ്യത്തിൻ്റെ മനോഹാരിതയാണത്. ഞാൻ പീഡകൾ സഹിക്കും, മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ ഈശോ പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, 17-ാം അധ്യായം, 20-ാമത്തെ അധ്യായത്തിലൊക്കെ കാണാം പീഡാനുഭവ പ്രവചനം. തൻ്റെ ദൗത്യം എന്താണ് എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ധീരതയുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എന്നെ രൂപപ്പെടുത്തിയ സാഹചര്യങ്ങൾ മാത്രമല്ല, കർത്താവ് ഈ 67 വയസ്സിൽ എന്നെ ഇവിടെ എത്തിക്കുമ്പോൾ എത്രമാത്രം അപകടങ്ങളിൽ നിന്ന് എന്നെ കർത്താവ് പരിപാലിച്ചു എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. 18-ാമത്തെ വയസ്സിൽ ബൈക്ക് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇടവഴിയിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് വണ്ടി പോയി. ആ സമയത്ത് ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെയില്ല. 50 വർഷം മുമ്പേ പോയി. എന്നെ ബാംഗ്ലൂര് ലാൽബാഗിനടുത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണു. ഞാനും ഉണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളി പിതാവ് ജോസ് പുളിക്കൻ. ഞങ്ങൾ 2 പേര് റോഡിൽ വീണ് കിടക്കുകയാണ്. എൻ്റെ തലയുടെ അടുത്തൊരു ചക്രം വന്ന് നിൽക്കുകയാണ്. ഒരൽപ്പോടി നീങ്ങിയാൽ പ്ലീ. കർത്താവ് പരിപാലിച്ച രീതി. ഇനി നക്രു പാർക്ക്, ആഫ്രിക്കയിലെ നക്രു പാർക്ക്, അവിടെ 2000-3000 ഏക്കർ സ്ഥലത്ത് കിടക്കുന്ന കാട്, അതിൻ്റെ ഉൾവനങ്ങളിൽ എല്ലാതരം മൃഗങ്ങളും. ആളുകള് വണ്ടിയിലിരുന്ന് പോകുന്നു. പെട്ടെന്നൊരു 3 മണി, വൈകിട്ട് 3 മണി 4 മണിയായപ്പോൾ വണ്ടി സ്റ്റക്കായി. പതുക്കെ അതൊന്ന് ഉന്തി സ്റ്റാർട്ടാക്കാനായിട്ട് പുറത്തിറങ്ങി സ്റ്റാർട്ടാക്കി കയറിയിരിക്കുമ്പോൾ ഒരു സിംഹം ആ കാറിന് തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. ഈ ബാംഗ്ലൂർ ബസ് ചവിട്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണ പോലെ അങ്ങനെ. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് 2004
അപ്പോഴും തീർന്നില്ല. ഈ അവസാനം 2024 കാനഡയിൽ പോയി വരുമ്പോൾ ഒരു അങ്കിള്, 82 വയസ്സുള്ള ഒരു അങ്കിള് എന്നെയും കൊണ്ട് പുലർച്ചെ 4 മണിക്ക് എയർപോർട്ടിലേക്ക് പോവാം. പെട്ടെന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എയർപോർട്ട് റോഡിലേക്ക് തിരിയണതിന് പകരം വേറൊരു സ്ഥലത്തേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് വീണ്ടും തിരിഞ്ഞു. അങ്കിളെ എന്ന് പറഞ്ഞ വഴിക്ക് ഒരു വാർക്ക പോസ്റ്റിൽ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു. പിന്നെ പെട്ടെന്ന് എയർപോർട്ടിൽ പോയി. ഞാൻ പിന്നീട് അമേരിക്കയിലേക്ക് പോയി. ഞാൻ എയർപോർട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട അങ്കിള് വിറയ്ക്കുകയായിരുന്നു. അന്ന് തീർന്നേനെ ഞങ്ങൾ രണ്ടുപേരും. തമ്പുരാന്റെ സംരക്ഷണം എത്ര മനോഹര മക്കളെ. നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ എത്രയോ അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ പരിപാലിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും അത് കർത്താവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മളെ നട്ടിരിക്കുന്നത് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. ഞാൻ അങ്ങനെ സെമിനാരിയിൽ ചേർന്ന് 1981 45 വർഷം മുമ്പ് പറഞ്ഞൊരു കൊച്ചു വാചകമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ. ബി എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് എക്സ്പ്ലോഡ്, not to kill but to heal the broken hearts. ട്രംപ് വന്നതിന് ശേഷം എല്ലായിടത്തും ബോംബുകൾ പൊട്ടുകയാണ്. സൂപ്പർ ഡൈനാമിക് ലവ് ബോംബ് അറ്റ് കാൽവരി. അന്ന് ബോംബിട്ടവൻ അവൻ മരിച്ചു. മറ്റാണ് ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടവര് അവര് രക്ഷപ്പെട്ടു. ലക്ഷങ്ങൾ ചത്തൊടുങ്ങി. ഈ നസ്രായൻ ഈശോ കാൽവരിയുടെ നെറുകയിൽ സ്നേഹത്തിന്റെ അത്യുഗ്രമായ വിസ്ഫോടനം നടന്നപ്പോൾ ആ ബോംബിട്ട വ്യക്തി തകർന്ന തരിപ്പണമായി. മറ്റുള്ളവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധം. ഇപ്പൊ നശിപ്പിക്കലിന്റെ ലോകത്ത് സ്നേഹ ബോംബുകളായിട്ട്, ഈശോയുടെ പ്രേക്ഷിതരായിട്ട്, ഈശോയുടെ യൂത്തായിട്ട്, ജീസസ് യൂത്തായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എൻ്റേത്. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥന. നമ്മളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ വളരുന്ന ഓരോ നിമിഷത്തിലും ദൈവമേ എന്നെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും അൺഫോൾഡ് ചെയ്തു തരണമേ. താമര വിരിയുന്നത് പോലെ ഒരു ജീസസ് യൂത്ത് ഈ തൈക്കൂടത്ത് നിദ്ര കൊള്ളുന്നുണ്ട്. 28 വയസ്സുള്ള ഒരു കോളേജ് പ്രൊഫസർ. അവൾ ജീസസ് യൂത്തായിരുന്നു. അവൾ നെറ്റ് പാസ്സായി കോളേജിൽ, തേവര കോളേജിലെ, സെക്രട്ടേറിയറ്റ് കോളേജിലെ ജോലി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അറിയുകയാണ് ബോൺ ക്യാൻസർ. അവൾ തകർന്നില്ല. ഈശോനെ ഈ താടിയെല്ലൊക്കെ വീണ് കിടക്കുമ്പോൾ അന്നും അവൾ ഈശോയെ സ്വീകരിച്ചു. 2 വർഷം മുമ്പാണ് അവൾ മരിച്ചത്, 28 വയസ്സിൽ. നല്ല ജീസസ് യൂത്ത്, ഡൈനാമിക് ആയിട്ടുള്ള ജീസസ് യൂത്ത്, ഒത്തിരി കാര്യങ്ങൾ തേവര കോളേജിൽ ചെയ്ത ജീസസ് യൂത്ത് ബോൺ ക്യാൻസറായി. എന്തേ ഇങ്ങനെ വന്നേ? പലരും ചോദിക്കാറുണ്ട്, നല്ല ആളുകൾക്ക് എന്താ ഇങ്ങനെ വരുന്നേന്ന്. ഞാൻ അവരോട് പറയും, ചോദിക്കേ നസ്രായൻ ഈശോയോട്. കാൽവരി കുരിശിൽ 33 വയസ്സിൽ പിടഞ്ഞ് മരിക്കുന്നവനോട് ചോദിക്കേ എന്തേ ഇതുണ്ടായേന്ന്.
ഒരു തെറ്റും ചെയ്യാതെ തിരുഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നാസറായൻ ഈശോ പറഞ്ഞു തന്നു. ധീരരായ രക്തസാക്ഷികൾ പറഞ്ഞു തന്നു. ദേ നമ്മുടെ തൊട്ടടുത്ത് സഹോദരി അജ്ന തൈക്കൂടത്ത്, ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ നിറച്ച ആളുകളാണ് വരുന്നത്. നമുക്ക് നമ്മുടെ യുണീക്ക്നെസ് ഇവിടെ ഈ ലോകത്തുണ്ടാക്കണം. നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റ് കളി 15 വയസ്സുകാരൻ വൈഭവ് അടിച്ചുകൂട്ടുകയാണ്. ഈ 15 വയസ്സുകാരൻ കുറച്ചു കഴിഞ്ഞാൽ വിട പറയും ലോകത്തോട്. വേറൊരാൾ വിട പറഞ്ഞു. നമ്മുടെ 15 വയസ്സുള്ള കൊച്ചു വിശുദ്ധൻ. ആരാണത്? കാർലോ. 13 വയസ്സാകുമ്പോഴേക്കും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങള് ലോകം മുഴുവൻ നിറച്ചു. ആ കൊച്ചു വിശുദ്ധൻ 15 വയസ്സിൽ ക്യാൻസറായിട്ട് ആള് മരിച്ചുപോയി. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു കൊച്ചു വിശുദ്ധൻ ഈശോയെ, ദിവ്യകാരുണ്യ ലോകം മുഴുവൻ എത്തിച്ചു. അപ്പൊ ഇതൊക്കെ പറയണ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും, അച്ഛാ ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ? നിങ്ങൾക്കിതൊന്നും പറ്റണ്ട, ഒന്നും പറ്റണ്ട. നിങ്ങളോട് ഈശോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നാണ്. നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട് ഈശോ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ, ഐ ആം യുണീക്ക്, ഐ ആം യുണീക്ക്, മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഐ ആം യുണീക്ക്, മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. യേശുവേ നന്ദി, യേശുവേ. നമ്മള് നമ്മുടെ ഇടത് കൈയിലെ തമ്പിലേക്കൊന്ന് നോക്കിയേ. ഇടത് കൈയിലെ തമ്പിലേക്ക് വലത് കൈയിലെ തമ്പ് കൊണ്ടൊന്ന് അമർത്തിയേ. ഇടത് കൈയിലെ തമ്പിലേക്ക് നോക്കി വലത് കൈയിലെ തമ്പ് കൊണ്ട് ഇടത് കൈയിലെ തമ്പൊന്ന് അമർത്തിയേ. മനസ്സിലായില്ലേ? എന്നിട്ട് പറയണം, ഐ ആം യുണീക്ക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും ഉറക്കെ, ഐ ആം യുണീക്ക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഐ ആം യുണീക്ക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഇനി നമ്മൾ ആ ചൂണ്ടുവരുന്നത്, ഐ ആം ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഐ ആം ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ദിവസം നിങ്ങൾ ഒരു ചെറിയ എക്സസൈസ് പോലെ 33 തവണ ചെയ്യേ. അതിന് പറയാൻ 2 മിനിറ്റ് മതി. പക്ഷെ അതിലൂടെ ഈ ശരീരത്തിലെ രക്തം മുഴുവൻ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യും മക്കളെ, സർക്കുലേറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. യെരമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, നമ്മളെല്ലാവരും UK അവിടെ ചെന്ന് നമ്മൾ സീനിയർ ഹോം, കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യണം. എന്തോരം പേരാ. നമ്മൾ കാശ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണോ സൃഷ്ടിച്ചേക്കണേ നമ്മളെ? കാശ് സമ്പാദിക്കാത്തവരെ ചരിത്രം പണിതേക്കണേ. ധീരരായ റാണി മരിയ ഈ പെരുമ്പാവൂര് പുല്ലുവഴിയില് 61 കുത്തുകൾ കുത്തിയ സമുന്ദർ സിംഗ് ഇല്ലാണ്ടാക്കി. റാണി മരിയ ഇല്ലാണ്ടാക്കി. ഉദയനഗറിൽ നിന്ന് ഇല്ലാതാക്കി. പക്ഷെ ആ റാണി മരിയ ജീവിക്കുകയാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എൻ്റെ ജീവൻ എന്ന് പറയുന്നത്
എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാകുന്നു എന്ന് പറഞ്ഞ പൗലോസ് ലീഹായെ പോലെ റാണി മരിയ അവിടെ നിന്നു. അവളെ കുത്തി മലർത്തി. പക്ഷേ ഇന്നവിടെ ക്രിസ്ത്യാനി അവിടെ നിറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇനി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ദൗത്യം എന്താണെന്നൊന്ന് ചിന്തിക്കണ്ടേ? എന്താണെന്ന്? നിങ്ങളില് എഞ്ചിനീയർമാരുണ്ടാകാം, ഡോക്ടർമാരുണ്ടാകാം, കൂലിപ്പണിക്കാരുണ്ടാകാം. ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, യു ആർ ബുക്ക്ഡ് ബൈ ജീസസ്. യു ആർ ബുക്ക്ഡ് ബൈ ജീസസ്. ഫിലിപ്പി 3:12 യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. യു ആർ ബുക്ക്ഡ് ബൈ ജീസസ്. ഇനി എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും പേരോട് ഒരു ചോദ്യമുണ്ട്. നെയ്മറിന്റെയും മെസ്സിയുടെയും റൊണാൾഡോയുടെയും CR7 ആ നീല വെള്ള മഞ്ഞ പച്ച ഇങ്ങനെ വരകളുടെ ഇടയില് ഒരു വ്യത്യസ്തനാമി ബാർബറാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ, ജീസസ് മൈ ലീഡർ. ഒരു സിഗ്നേച്ചർ കിർലോസ്കർ ഇതിന്റെ പോലെ ജീസസ് മൈ ലീഡർ. അങ്ങനെ ഇവിടെ അച്ഛനോട് ചോദിച്ചിട്ട് ഒരു 10-100 പേര് ജീസസ് മൈ ലീഡർ. എന്തുമാത്രം പേര് കളിയാക്കുന്നറിയോ? ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ ഈശോയുടെ ശിഷ്യരാണ്. ഇനി ബാക്കില് എന്തൊക്കെ എഴുതി വെച്ചിട്ടാ പോണേ? ഐ ആം സൺ ഓഫ് സൈറ്റൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി പോണതൊക്കെ ഉണ്ടാവും. അപ്പോ ജീസസ് മൈ ലീഡർ ഇവിടെയോ ഹൃദയത്തിന്റെ അവിടെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് തളർന്നു കിടക്കുന്നവർ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? തൃശ്ശൂർ ഒരുത്തനുണ്ട്, നിഖിൽ രാജ്. അവന്റെ മുഖം നിങ്ങളുടെ മുഖം പോലെയല്ല, സൂര്യൻ ഉദിക്കുന്ന പോലെയാ. തല മാത്രം അനങ്ങുള്ളോ, ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോൾ അവൻ പറയുകയാണ്, യേശു ക്രിസ്തു ഉണ്ട്, കർത്താവ് ഉണ്ട്, കർത്താവ് ഉണ്ട്. 19 വയസ്സില് എന്ന് പറഞ്ഞ ഒരാളെ കലകിയതാ. പൾസർ കൊണ്ടുപോയി ഓടിച്ചതാ. ആദ്യത്തെ ഓട്ടം പോസ്റ്റില്. അന്ന് 2 മാസം ഓർമ്മയില്ലാണ്ട് കിടന്നു. ഇപ്പൊ അവൻ കിടന്നിട്ട് 14 വർഷം. 14 വർഷം എൻ്റെ കൂടെ അവൻ ഇടയ്ക്ക് ധ്യാനിപ്പിക്കാൻ വരാറുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, യേശു ക്രിസ്തു ഉണ്ട് 19 വയസ്സ് വരെ. ഇതിൽ 19 വയസ്സുകാരുണ്ടാവില്ല? ഒന്ന് കൈബന്ധിച്ചേ. ഇല്ല. ഇനി വെച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുള്ളോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. പറയുമ്പോ ധൈര്യമായിട്ട് പറയാൻ പറ്റണം, ഐ ആം ചൈൽഡ് ഓഫ് ഗാഡ്. അവൻ പറയുകയാണ് 19 വയസ്സ് വരെ കർത്താവ് പള്ളിയിലും കുരിശിലുമായിരുന്നു. 19 വയസ്സില് പൾസർ പോസ്റ്റിലിടിച്ച നിമിഷത്തില് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ കയറി അവൻ പറയണേ. തളർന്ന് കിടക്ക, കൈ ഒന്നും അനങ്ങൂല. കൈയെല്ലാം അമ്മ എടുത്തു വെച്ച് കൊടുക്കണം. തല കൊണ്ട്, ഈ നാക്കുകൊണ്ട് അവൻ ഇന്ന് ലോകം മുഴുവൻ ഈശോയെ പ്രഘോഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പ്രഘോഷിക്കാൻ നമ്മുടെ സ്ഥലത്ത് ഈശോ എന്താ പറഞ്ഞേ? മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്, സൽപ്രവർത്തി ഒരെണ്ണത്തിനും ബൈബിൾ വായിച്ചിട്ടില്ലേ? സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ പഠിക്കുന്നവരായാലും കൊള്ളാം, ജോലി എടുക്കുന്നവരായാലും കൊള്ളാം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് തയ്യാറാകാം. ഐ ആം ബുക്ക്ഡ് ബൈ ജീസസ്.
I am booked by Jesus. I am unique and masterpiece of God. I am the light of the world. ഏറ്റവും അവസാനമായി ടോക്കിൽ എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം കർത്താവ് നിങ്ങൾക്ക് നടത്തി തരും എന്നുള്ളത് തീർച്ച. വിശ്വസിക്കുക. നമ്മളെപ്പോഴും ബുദ്ധിയാണ് ഉപയോഗിക്കുക, വിശ്വസിക്കുക. കർത്താവ് നമ്മുടെ നല്ല ഭാവി നമുക്ക് വേണ്ടി പടുത്തുയർത്തും. ഐ ആം ബുക്ക്ഡ് ബൈ ജീസസ്. ഐ ആം എന്താണ്? യുണീക്ക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഐ ആം ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മളെ മനസ്സിലേക്ക് ആ രണ്ട് വാചകങ്ങൾ ഒന്ന് മനസ്സിൽ പറയാം, ഉറക്കെ വേണ്ട. ഐ ആം യുണീക്ക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈശോയെ, അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ട കൃപ നൽകണമേ, എന്നെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. I am unique and masterpiece of God. I am the light of the world. Praise the Lord. Praise the Lord. Praise the Lord. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഈ വചനത്തിലൂടെ നമ്മുടെ അപകർഷകതകള്, കുറ്റബോധങ്ങള്, നിരാശകള് എല്ലാം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. നമുക്ക് കഴിവില്ല എന്നുള്ള ചിന്ത തന്നെ കർത്താവ് എടുത്തു മാറ്റുന്നു. കർത്താവിൻ്റെ വലിയ സൗഖ്യം ഈ നിമിഷങ്ങളിൽ നമുക്ക് അനുഭവിക്കാം. പ്രൈസ് ദി ലോർഡ്.